ഹായ് എവറി വൺ, അലിമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെറും 3 ചേരുവകൾ മാത്രം വെച്ച് മാഷ്മെല്ലോ തയ്യാറാക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മിഠായിയാണിത്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റും ഫ്ലഫിയുമാണ് ഈ മാഷ്മെല്ലോ എന്ന്. മാഷ്മെല്ലോ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ 50 ഗ്രാമിൻ്റെ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. ബേക്കേഴ്സിൻ്റെ ജലാറ്റിനാണ്. നിങ്ങൾക്കിഷ്ടമുള്ള കമ്പനി ചൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ബൗളിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ബൗളിൽ ചെറു ചൂടുവെള്ളമാണ്. വല്ലാണ്ട് ചൂടാവേണ്ട, എന്നാലും ഒരിത്തിരി ചൂട് ആവശ്യമുണ്ട്. ബൗളിലെടുത്തിരിക്കുന്ന വെള്ളം അരക്കപ്പ് വെള്ളം കാണും. അതിലേക്ക് ഈ ജലാറ്റിൻ തട്ടിക്കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതായത് നമ്മുടെ ബബിൾസോ കട്ട കെട്ടാനോ ഒന്നും പാടില്ല. ജലാറ്റിൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലൂസ് പരുവത്തിലാക്കുക. കട്ടകളില്ലാതെ ജലാറ്റിൻ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇതൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ്. ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ്. ഇവ രണ്ടും മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഇത് നമ്മുടെ മാഷ്മെല്ലോയ്ക്ക് മുകളിലും കണ്ടെയ്നർ ബോക്സിലും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫസ്റ്റ് റെഡിയാക്കിയിട്ട് വെക്കുന്നത്. പഞ്ചസാരയും കോൺഫ്ലവറും ഒരേപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാഷ്മെല്ലോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. ഏതൊരു ടൈപ്പ് ആയാലും കുഴപ്പമില്ല. അതിലേക്ക് ഇത്തിരി എണ്ണ തൂവി കൊടുക്കുക. ശേഷം നമ്മുടെ പഞ്ചസാരയും കോൺഫ്ലവറിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അതും കൂടി അതിലേക്കൊന്ന് വിതറി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും കണ്ടെയ്നറിൻ്റെ 4 വശത്തേക്കും ഈ പഞ്ചസാര മിക്സ് തട്ടിക്കൊടുക്കുക. എണ്ണ ഏതായാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എണ്ണയും പഞ്ചസാര മിക്സ് എല്ലാ വശത്തേക്കും ആക്കിയതിന് ശേഷം നമ്മുടെ കണ്ടെയ്നർ മാറ്റി വയ്ക്കുക. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി കുഴിയുള്ളതാണ്. അതിലേക്ക് ഒരു ബൗൾ വെള്ളവും ചേർത്ത് കൊടുക്കുക. വെള്ളമെടുത്ത അതേ ബൗളിൻ്റെ അളവിൽ തന്നെ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇനി ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ നിന്ന് കുറുകിയിട്ട് വരണം. നമ്മുടെ 2 നൂൽ പരുവം ആവുന്നത് വരെ ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യണം. പഞ്ചസാര തിളച്ച് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ ആയിട്ടില്ല. ഒരു ഇത്തിരി നേരം കൂടി കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഒന്ന് തിക്നെസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇത് സെറ്റായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തൊട്ടാൽ പൊള്ളിപ്പോകും. ഒരു ബൗളിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കുക. നമ്മുടെ സദാ വെള്ളം മതി, നോർമൽ വാട്ടർ മതി. അതിലേക്ക് ഇത്തിരി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കൈയോടൊന്ന് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ നമുക്ക് ബബിൾ പോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനീയം റെഡി ആയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റുക. ശേഷം നമ്മുടെ ജലാറ്റിൻ മിക്സ് നേരത്തെ റെഡിയാക്കിയിരുന്നല്ലോ, അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഏകദേശം ഒരു 10-15 സെക്കൻഡ് ഒന്ന് തിളച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ജലാറ്റിനൊക്കെ പഞ്ചസാര പാനിയിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ 15 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു തിക്നെസ്സിലേക്ക് ജലാറ്റിൻ മാറിയിട്ടുണ്ടാവും. ജലാറ്റിൻ ഉരുകി ഒരുപാടങ്ങ് കുറുകണ്ട. 15 സെക്കൻഡ് മുതൽ 18 സെക്കൻഡ് വരെയാണ് ഇതിൻ്റെ സമയം. അപ്പോൾ ഇതേ നോക്ക്, ഏകദേശം തിക്നെസ്സോടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ചൂടോടെ തന്നെ വേറൊരു പ്ലാസ്റ്റിക് ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ശേഷം ഈ ചൂടിൽ തന്നെ നമുക്ക് ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് ജലാറ്റിനെ ബീറ്റ് ചെയ്തെടുക്കണം. വിസ്ക് കൊണ്ട് ഇത് ചെയ്താൽ പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല, ഒരുപാട് നേരം ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ഒരു 15 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജലാറ്റിനും പഞ്ചസാരയും കോൺഫ്ലവറൊക്കെ ഉണ്ടല്ലോ, ആ മിക്സ് ഒന്ന് റെഡി ആയിട്ട് വരും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ വാനില എസൻസ് ആണ്. വാനില എസൻസ് ഓപ്ഷണലാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് വാനില എസൻസ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കഴിഞ്ഞാൽ മതി. ഒരു 10 മിനിറ്റിന് ശേഷം തന്നെ ഇത് ബീറ്റർ ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഈ പരുവമാകുമ്പോൾ ഓഫ് ചെയ്യാം. ഈ പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടെയ്നർ ബോക്സിലേക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ വേഗം തന്നെ അത് സെറ്റായി പോകും. പകുതി മാത്രമേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. മാഷ്മെല്ലോ 2 ലെയറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്യുക, കാരണം ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള മിക്സിലേക്ക് 2-3 തുള്ളി റെഡ് കളർ ചേർത്ത് കൊടുക്കുക. ഗ്രീൻ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ശേഷം ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യുക. ശേഷം നമ്മുടെ കണ്ടെയ്നറിലേക്ക് വൈറ്റിൻ്റെ മുകളിലേക്കായിട്ട് ഈ പിങ്കും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. വേഗം തന്നെ സെറ്റാക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ അത് വേഗം സെറ്റായി പോകും. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അധികം ലെവൽ ചെയ്യാൻ പറ്റില്ല, മൊത്തം കൊളായി പോകും. അപ്പോൾ ഞാനൊരുവിധം ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിന് മുകളിൽ നിന്നും ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുകളിലേക്കായി നമ്മുടെ നേരത്തെ പഞ്ചസാരയും കോൺഫ്ലവറും മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ചധികം തന്നെ ചേർത്തോളൂ, കുഴപ്പമില്ല.
ഇനി കണ്ടെയ്നർ അടച്ചിട്ട് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെക്കുക. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതാ അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്താണ്, ഫ്രീസറിൽ നിന്നല്ല, ഫ്രിഡ്ജാണ്. അപ്പം എന്നിട്ട് ശേഷം വിരൽ കൊണ്ട് ഇങ്ങനെ സൈഡൊന്നും വലിച്ചു കൊടുക്കുക. കാരണം അതിൽ നിന്ന് കണ്ടെയ്നറിൽ നിന്ന് ഇളകി വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇളകി നന്നായിട്ട് തന്നെ ഇളകി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കണ്ടെയ്നറിൽ നിന്ന് ഈ മാഷ്മെല്ലോ പുറത്തെടുക്കാം. ഇതേ നോക്ക്, നല്ല പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. നല്ല വൃത്തിക്ക് എണ്ണയൊക്കെ തടവിയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് കണ്ടെയ്നറിൽ നിന്നും ഇളകി വന്നിട്ടുണ്ട്. ഇത് ഡബിൾ ലെയറാണ്, കണ്ടല്ലോ, വൈറ്റും പിങ്കും. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ പിടിക്കുമ്പോൾ തന്നെ. മാഷ്മെല്ലോയുടെ മറുവശത്തും കൂടി നമ്മുടെ പഞ്ചസാരയും കോൺഫ്ലവറും മിക്സ് ഒന്ന് തടവി കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം മാഷ്മെല്ലോ സോഫ്റ്റ് ആണെന്നുള്ളത്. ഇന്ന് താത്താരുടെ മക്കളൊക്കെ ഉണ്ട് വീട്ടിൽ, അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്തതാണ്. ഇനി നമുക്ക് മാഷ്മെല്ലോ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ പഞ്ചസാരയും കോൺഫ്ലവർ മിക്സ് ഒന്ന് തൂവി കൊടുക്കുക. ശേഷം മാഷ്മെല്ലോ അതിലേക്കൊന്ന് വയ്ക്കാം. ശേഷം നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മാഷ്മെല്ലോ കട്ട് ചെയ്യുമ്പോൾ കത്തിക്കും ഈ പഞ്ചസാരയും കോൺഫ്ലവർ മിക്സും ആക്കി കൊടുക്കുക. ഇത്രയധികം പഞ്ചസാരയും കോൺഫ്ലവറൊക്കെ തടവി കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ മാഷ്മെല്ലോ ഒന്നിങ്ങനെ സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക, അതുകൊണ്ടാണ്. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വരച്ചുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. ഇതേപോലെ ഒന്ന് കത്തി വെച്ചതിന് ശേഷം 2 വശത്തുനിന്ന് പിടിച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ മാഷ്മെല്ലോ കട്ട് ചെയ്തിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ നഷ്ടപ്പെടും, അതുകൊണ്ടാണ്. ഇതൊരു കട്ട് ചെയ്തതിനുള്ള ഒരു പീസാണ് കേട്ടോ, വലിയ പീസാണ്, ചെറുതാക്കിയിട്ടില്ല. നിങ്ങൾക്ക് സോഫ്റ്റ്നെസ് മനസ്സിലായല്ലോ എത്രത്തോളം ഫ്ലഫിയാണെന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിനെ ഞാനിതാ കുറച്ചധികം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് പഞ്ചസാരയും കോൺഫ്ലവർ മിക്സും തടവി കൊടുത്തിട്ടുണ്ട്. അതിലിട്ടിട്ടൊന്ന് മിക്സ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കി ഇതിൻ്റെ വലിവും ഇതിൻ്റെ സ്റ്റിക്നെസ്സും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.